ദൈവത്തിനു മഹത്വം. ക്രിസ്തുവിൻ്റെ വീണ്ടും വരവും പ്രവചന പഠനമെന്ന 43-ാമത്തെ ഭാഗത്തേക്ക് ഏവരെയും കർത്താവിൻ്റെ നാമത്തിൽ ക്ഷണിച്ചുകൊള്ളുന്നു. ഇസ്രായേലിൻ്റെ അല്പചരിത്രവും പ്രവചനങ്ങളും ഇന്ന് നാം ഒരുമിച്ച് ചിന്തിക്കാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. 1948 മെയ് മാസം ഉച്ചയ്ക്ക് ഇസ്രായേൽ രാഷ്ട്രം പിറന്നു. ഡേവിഡ് ബെൻഗുരിയോൻ അധികാരത്തിൽ വന്നു. ഇതാ പിറ്റേ ദിവസം യുദ്ധം ആരംഭിക്കാൻ തുടങ്ങി. 15 മുതൽ ജൂൺ 11 വരെ യുദ്ധം തുടർന്നുകൊണ്ടിരുന്നു. ലോക ചരിത്രത്തിലെ ഇത്രയും പീഡനങ്ങളിലൂടെ ഇത്രയും വേദനാജനകമായ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു ജാതി ഉണ്ടായിട്ടില്ല. എത്ര നീണ്ട വർഷമാണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുക. ഇവരനുഭവിച്ചതായ പങ്കപ്പാടുകൾ, വേദനകൾ, എത്ര ലക്ഷം ജനങ്ങൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. അതിനിടയിൽ ഒരുപാട് യുദ്ധങ്ങളൊക്കെ നടന്നു. വളരെ അതിപ്രധാനമായ യുദ്ധമായിരുന്നു 1967 ജൂൺ 5 യുദ്ധം ആരംഭിച്ചു. ഇസ്രായേൽ പോയിട്ട് യുദ്ധം ചെയ്തതല്ല. പിന്നെയോ അബ്ദുൽ ഗമായൽ നാസർ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഒരു ചിന്ത കടന്നു വന്നു. ഇവരെ ഉന്മൂലനാശം ചെയ്യണമെന്ന്, ഇവരെ ഭൂമിയിൽ നിന്നും തുടച്ചു മാറ്റണമെന്ന്. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം തമ്പുരാൻ അറിയാതെ നമുക്കായിരുന്നാലും ലോകത്തിൽ ആർക്കായിരുന്നാലും ലോകം എന്തെല്ലാം നോക്കിയാലും ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് മനസ്സിലാക്കണം. ഇസ്രായേലിനെ സംബന്ധിച്ച് ദൈവത്തിന് ഒരു പ്രത്യേക ജനമാണ്. ആ ജനത്തിൻ്റെ കാര്യം ദൈവം കരുതുന്ന ദൈവമാണ്. പക്ഷെ നാസറിന്റെ ഹൃദയത്തിനകത്തൊരു താല്പര്യം, ഇവരെ ഭൂമിയിൽ നിന്നും തുടച്ചു മാറ്റണം. 24 മണിക്കൂറിനകം ഈ ഒരു രാജ്യം കാണാൻ പാടില്ല. ആസാഫ് ഒരു സങ്കീർത്തനക്കാരനും പാട്ടുകാരനും ഒരു പ്രവാചകൻ കൂടെയാണ്. അദ്ദേഹം 83-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ എഴുതി, ഇവൻ വിളിച്ചു പറയുന്ന കാര്യം നേരത്തെ എഴുതി വെച്ചു. വരുവീൻ, ഇസ്രായേൽ ജാതിയായിരിക്കാതെ വണ്ണം നാം അവരെ മുടിച്ചു കളക. അവരുടെ പേരിനിയും ആരും ഓർക്കരുത് എന്ന് അവർ പറഞ്ഞു. അവർ ഇങ്ങനെ ഐക്യതയോടെ ആലോചിച്ചു, നിനക്ക് വിരോധമായി സഖ്യത ചെയ്യുന്നു. സിറിയയും അവരോടുകൂടെ ചേർന്നു. സിറിയ വിളിച്ചു പറഞ്ഞത് ഇപ്രകാരമാണ്, ഇസ്രായേൽ ജനത്തെ മുഴുവനെയും ഞങ്ങൾ കൊന്നിട്ട് ഇവരുടെ കരൾ പറിച്ചെടുത്ത് പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുമെന്നും ഇവരുടെ ജഡങ്ങൾ കൂട്ടി പെട്രോൾ ഒഴിച്ച് കത്തിച്ച് ചാമ്പലാക്കി അത് സമുദ്രത്തിൽ ഒഴുക്കിക്കളയുമെന്ന്. നടക്കുന്ന കാര്യം വല്ലതാണോ? ദൈവജനത്തെപ്പറ്റി ലോകത്തിൽ ആരെല്ലാം ചിന്തിച്ചാലും ദൈവം ആരാണെന്ന് മനസ്സിലാക്കണം. 6 ദിവസത്തെ യുദ്ധം കൊണ്ട്
ഇസ്രായേലിന് ലഭിച്ചത് എന്താന്ന് ചോദിച്ചാൽ നഷ്ടപ്പെട്ട ഒരുപാട് സ്ഥലങ്ങൾ അവർക്ക് തിരികെ ലഭിക്കാനിടയായി തീർന്നു. ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാന സ്ഥലമാണ് യെരുശലേം. അത് അവരുടെ കൈവശമല്ലായിരുന്നു. യെരുശലേം പിടിച്ചെടുത്തു, ഹെബ്രോൻ പിടിച്ചെടുത്തു, ഒലിവുമല പിടിച്ചെടുത്തു. അങ്ങനെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ പിടിച്ചെടുത്തു. എന്നാൽ 6 ദിവസത്തെ യുദ്ധം കഴിഞ്ഞ് അബ്ദുൽ ഗമായേൽ നാസറിനെ കണ്ടില്ല. അവൻ ഭൂമിയിൽ നിന്നും മാറ്റപ്പെട്ട് കഴിഞ്ഞു. ഇതായിരുന്നു അവന്റെ അന്ത്യം. പക്ഷേ ഇന്ന് ഇസ്രായേൽ ഉണ്ട്. പറഞ്ഞവൻ ദിവസങ്ങൾക്കകം ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടു. എനിക്കൊരു ദൂത് പറയാനുള്ളത്, ദൈവമക്കളെ ആര് ഉപദ്രവിച്ചുവോ, ഏതു പാർട്ടിക്കാർ ഉപദ്രവിക്കുന്നുവോ, ഏതു സംഘടന ഉപദ്രവിക്കുന്നുവോ, ഏതു ഭരണകൂടം ഉപദ്രവിക്കുന്നുവോ, അവർക്കധികം ആയുസില്ല എന്നുള്ള കാര്യം ഞാൻ ദൈവവചനത്തിലൂടെ ഓർപ്പിച്ചുകൊള്ളുന്നു. സക്കരിയ പ്രവചനം 12-ാം അധ്യായം അതിന് 2-ാമത്തെ വാക്യം മുതൽ ചിന്തിക്കുമ്പോഴേ, ഞാൻ യെരുശലേമിന് ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒരു പരിഭ്രമ പാത്രമാക്കും. യെരുശലേമിന് ചുറ്റും ഏകദേശം അടുത്തടുത്ത് തന്നെ 22 ശത്രു രാജ്യങ്ങളുണ്ട്. അവരുടെ എല്ലാം ജനസംഖ്യ നോക്കിയാൽ ഏകദേശം 30 കോടിയോളം വരും. ഇന്നും ഇസ്രായേലിൽ 1 കോടി ജനങ്ങൾ ആയിട്ടില്ല. 22 രാജ്യങ്ങളിടയിലെ ഒരു കൊച്ചു പൊട്ടുപോലെ കിടക്കുന്ന ഈ രാജ്യം ദൈവത്തിന്റെ രാജ്യമാണെന്നുള്ള കാര്യം ഓർക്കുക. ഞാൻ യെരുശലേമിലെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വെക്കും. അതിനെ ചുമക്കുന്നവരൊക്കെയും കഠിനമായി മുറിവേൽക്കും. ഇന്നും മുറിവേറ്റുകൊണ്ടിരിക്കുകയല്ലേ? കാരണം അവസാനം പറയുന്ന ഭാഗമുണ്ട്, ഏതു കുതിരയെയും സ്തംഭനം കൊണ്ട് പുറത്ത് കയറിയവരെയും ഭ്രാന്ത് പിടിപ്പിക്കും. ഇവർക്കെതിരെ ആരെല്ലാം വന്നെന്ന് പറഞ്ഞാലും സ്തംഭനമാകും, മാനസിക പ്രശ്നമാകും, അവർ പരാജയപ്പെടും. ദൈവത്തിൻ്റെ വാഗ്ദത്തം നിറവേറുന്നു. നമ്മുടെ കർത്താവ് വരാറായി. നമുക്കൊരുങ്ങാം. ഭാരതത്തിനോട് പ്രാർത്ഥിക്കുക. വലിയ ഉണർവുണ്ടാകാൻ പോകുന്നു. നിങ്ങളും അതിൽ അംഗങ്ങളാകുക.